വാഴയിലയിലോട്ട് നല്ല ചൂട് പൊറോട്ട ഇട്ട് നല്ല ചൂട് ചിക്കൻ കറിയും അതിനകത്ത് ചിക്കൻ ഫ്രൈയും മയണൈസും അതുപോലെ സാലഡും മുട്ട ഓംലെറ്റും എല്ലാം കൂടിയുള്ള വല്ലാത്തൊരു അടിപൊളി കോമ്പിനേഷൻ തന്നെ പറയാം. ഒരു തവണ കഴിച്ചവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് നല്ല എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു 7-8 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കനകത്തോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 1/2 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി, ഏകദേശം അതുപോലെ ഒരു 1/2 ടീസ്പൂണിനടുത്ത് തന്നെ ഗരം മസാല പൗഡർ, പിന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ട് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് ചെറുനാരങ്ങ നീരാണ്, ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, 2-3 പച്ചമുളക് നന്നായി കുത്തി ചതച്ചെടുത്തിട്ടുള്ളത്, ഇതൊക്കെ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴാണ് ആ മസാലക്കൂട്ടൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയും. നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് കളറ് മാറി വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി, ഒത്തിരി ഫ്ലെയിം കൂട്ടിയിടണ്ട. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലോട്ട് 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. അപ്പോൾ ചിക്കൻ ഫ്രൈ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. ഇനി ഒരു ചട്ടി വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അടുത്തതായിട്ട് 2 മീഡിയം സൈസായിട്ടുള്ള സവാള അരിഞ്ഞിട്ടുള്ളതും 1 തണ്ട് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയെടുക്കുന്ന പാകം എന്ന് പറയുന്നത് ഇത് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം. ഏകദേശം ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുന്ന വരെയെങ്കിലും നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടുള്ളത് ചേർക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണിനടുത്ത് മുളക് പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ പിരിയമുളക് കൂടി ഉപയോഗിക്കാം. ഞാൻ പിന്നെ ഇതിനകത്തോട്ടേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ ഒരു ഇത്തിരി ഗരം മസാല പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറി വരുന്ന രീതിയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിലൊരു 2 പച്ചമുളക്, ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ചിക്കനും മസാലയായിട്ട് കുറച്ച് സമയം, ഏകദേശം 1-2 മിനിറ്റിനടുത്ത് നന്നായിട്ട്, ഏകദേശം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ടേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ആവശ്യത്തിനനുസരിച്ചിട്ട്, ഓരോരുത്തരുടെ ഗ്രേവിക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ അത്യാവശ്യം നല്ലതുപോലെ കുക്കായി വന്നതിന് ശേഷം തുറന്ന് വെച്ചിട്ട് തന്നെ ഒരിത്തിരി സമയം കൂടി നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക എന്ന് പറയില്ലേ, ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇതിനകത്തോട്ടേക്ക് ഫൈനലായിട്ട് നല്ല വെളിച്ചെണ്ണയിൽ ഒരു 4-5 ചെറിയുള്ളി നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുള്ളതാണ്, അതാണ് ഇപ്പോൾ ഞാൻ ഫൈനലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ഓംലെറ്റ് ആണ്. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ആദ്യം നമുക്ക് നല്ലതുപോലെ മുട്ട ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് ഏകദേശം 1 ടേബിൾ സ്പൂണിനടുത്ത് സവാള, ചെറുതായിട്ട് കനം കുറഞ്ഞരിഞ്ഞെടുത്തിട്ടുള്ള സവാള, എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ഇത്തിരി കറിവേപ്പില കൂടി ചേർക്കാവുന്നതാണ്. ഇനി എല്ലാം നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടീസ്പൂണിനടുത്ത് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ടയുടെ മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത്, ഏകദേശം ഒന്ന് പാകമായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു ഇത്തിരി കുരുമുളക് പൊടി വിതറി കൊടുക്കാം. അതുപോലെ ഒരു ഇത്തിരി വെളിച്ചെണ്ണ കൂടി നനച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലത്. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡ് കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓംലെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓംലെറ്റ്, ചിക്കൻ കറി, അതുപോലെ ചിക്കൻ ഫ്രൈ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമ്മുടെ നിധി പൊറോട്ട സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുള്ള വാഴയിലയിലോട്ടേക്ക് നമുക്ക് പൊറോട്ട എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ള സിമ്പിളായിട്ടുള്ള രീതി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊറോട്ട വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള ചിക്കൻ കറി. അപ്പോൾ ഈ ചിക്കൻ കറി ഒഴിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അതായത് ഒത്തിരി വേണമെന്നുള്ളവർക്ക്, അതായത് നന്നായിട്ട് കുതിർന്ന് കിട്ടണം എന്നുള്ളവർക്ക് അതിനനുസരിച്ച് ഒഴിക്കാം. ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഓരോ ലെയറും സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഒഴിച്ചു, പിന്നെ കുറച്ച് ചിക്കൻ പീസസോട് കൂടി വരുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അടുത്ത ലെയർ പൊറോട്ട, അതിനകത്താണ് നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളത് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ലെയറിലും ചിക്കൻ്റെ ഗ്രേവി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആ ഒരു ലെയറിൽ ചിക്കൻ ഗ്രേവി ഒഴിച്ചു കൊടുത്തിട്ടില്ല. ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർത്തിട്ട് ആ ഒരു പച്ചമുളകും കറിവേപ്പിലയൊക്കെ അതിനകത്ത് ഇട്ട് കൊടുത്തു. എന്നിട്ട് മയണൈസാണ് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മയണൈസിൻ്റെ അളവ് ഞാൻ കുറവേ ഉപയോഗിച്ചിട്ടുള്ളൂ, അതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ മയണൈസ് നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് അളവിൽ മാറ്റം വരുത്താം കേട്ടോ. ഇനി കുറച്ച് സവാള അരിഞ്ഞിട്ടുള്ളതാണ്, അതുപോലെ ക്യാരറ്റ്. സാലഡിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അടുത്ത ലെയർ പൊറോട്ട വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ടോപ്പിലായിട്ടും നന്നായിട്ട് തന്നെ ചിക്കൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. ആ ചിക്കൻ മസാലയിൽ ഇത് നന്നായിട്ട് കുതിർന്ന് വരണം. അപ്പോൾ ഓരോരുത്തരുടെയും ഫ്ലേവറിനും ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് ഗ്രേവി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓംലെറ്റ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് എല്ലാ സൈഡിൽ നിന്നൊന്ന് ടൈറ്റായിട്ട് മടക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഓരോ ഹോട്ടലിലും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് ഓരോ ലെയറിൽ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടുള്ളതുണ്ട്, സാലഡിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഓരോ ഹോട്ടലിലും ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതിയും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കെട്ടിവെക്കുക. എല്ലാ സൈഡും നല്ല ടൈറ്റായി കെട്ടി വെച്ചിട്ട് പിന്നെ ഒരു പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നന്നായിട്ട് ചൂടായി വരണം പാൻ ചൂടായി വന്നതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് വെച്ച് കൊടുത്ത് നമ്മുടെ പൊതിഞ്ഞ് വാഴയില ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും, അതായത് ആ വാഴയിലയിലോട്ടേക്ക് ആ ചൂടൊക്കെ നന്നായിട്ട് കയറി ആ വാഴയിലയുടെ ഫ്ലേവർ ശരിക്കും അതിനകത്ത് കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു രുചി അറിയുന്നത്. അപ്പോൾ നല്ലതുപോലെ രണ്ട് സൈഡും നമ്മളൊന്ന് പൊള്ളിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ രണ്ട് സൈഡും വാഴയിലേക്ക് ആ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പം തന്നെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരിത്തിരി സമയം വെച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. ആ ഒരു ഫ്ലേവർ ശരിക്കും അറിയുന്നത് അപ്പോഴാണ്. ചൂടോടെ കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, വാഴയിലയിൽ പൊള്ളിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നല്ലൊരിത്തിരി സമയം വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഇത് ശരിക്കും ഓരോ ലെയർ കഴിക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ഓംലെറ്റും പൊറോട്ടയും ആ ചിക്കൻ ഗ്രേവിയും കൂടി, പിന്നെ നമ്മൾ അടുത്ത ലെയർ കഴിക്കുമ്പോഴത്തേക്കും ആ ചിക്കൻ ഫ്രൈ ആ ഒരു മയോണൈസിലൊക്കെ ആ ഒരു ചൂടൊക്കെ തട്ടി നന്നായിട്ട് അതുമായിട്ടൊന്ന് മിക്സായിട്ട് ആ ഒരു ഫ്ലേവറും ഗ്രേവിയുടെ ഫ്ലേവറൊക്കെ കൂടിയിട്ട് ശരിക്കും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിൽ പെട്ടെന്ന് തീരുന്നൊക്കെ പറയാം കേട്ടോ. അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ളവരോട് പ്രത്യേകിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. പൊറോട്ട ഇപ്പോൾ നമ്മൾ ഹോട്ടലിനൊക്കെ അധികം പൊറോട്ടയൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ പൊറോട്ട വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വെറൈറ്റി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.